അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമാണ് റസൂലിനുള്ളത്. അന്ത്യദിനത്തിൽ ആരും കേൾക്കാത്ത വചനങ്ങളാൽ അള്ളാഹുവിനെ സ്തുതിക്കും. തൻ്റെ അനുയായികൾക്ക് വേണ്ടി ശഫാഅത്ത് നൽകും. അതുപോലെ തന്നെ ഉന്നതമായ സ്വർഗത്തിൽ തേനിനേക്കാൾ മധുരവും പാലിനേക്കാൾ വെണ്മയും മഞ്ഞിനേക്കാൾ തണുപ്പും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ള സ്വർണ്ണ തീരങ്ങളുള്ള പവിഴമുത്തുകൾക്ക് മീതെ വെള്ളമൊഴുകുന്ന കൗസർ തടാകം അള്ളാഹു റസൂലിന് നൽകും. റസൂലും അനുയായികളും വേണ്ടുവോളം അതിൽ നിന്ന് കുടിക്കും. പിന്നെ അവർക്കൊരിക്കലും ദാഹമുണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഇവർക്കും കൗസർ തടാകം നുകരുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തിൻ്റെ മറ്റൊരു മനോഹരമായ അർത്ഥം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നിലച്ചുപോയ സന്ദർഭത്തിലാണല്ലോ ഈ ആയത്ത് ഇറങ്ങുന്നത്. ഈ ആയത്തിലൂടെ അള്ളാഹു നബിയോട് പറയുകയാണ്, വഹി നിലച്ചുപോയി, അള്ളാഹുവുമായുള്ള ബന്ധം ഇനിയുണ്ടാകില്ല, എല്ലാം അവസാനിച്ചു എന്നൊന്നും നീ കരുതേണ്ടതില്ല. ഇതൊരവസാനമല്ല, മാറ്റങ്ങൾ സംഭവിക്കാൻ തോന്നുന്നതേ ഉള്ളൂ.